പാലക്കാട് മണ്ണാർക്കാട് ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ ബസിന്റെ ഡോർ തെറിച്ചുപോയ സംഭവത്തിൽ സ്കൂളിനെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ക്രമക്കേടുകൾ കണ്ടെത്തിയ 8ഓളം വാഹനങ്ങൾക്കെതിരെ 30,000 രൂപ പിഴയും ചുമത്തി. പെർമിറ്റില്ലാതെയാണ് വാഹനങ്ങൾ സർവീസ് നടത്തുന്നതെന്ന് MVD. ഇന്നലെ രാവിലെ കുട്ടികളുമായി സ്കൂളിലേക്ക് പോകും വഴിയാണ് തച്ചമ്പാറ അരപ്പാറയിൽ വെച്ച് ദേശബന്ധു സ്കൂൾ ബസിന്റെ ഡോർ റോഡിലേക്ക് തെറിച്ചു വീണത്. ഈ സമയം റോഡിൽ മറ്റു യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ബസിൽ നിറയെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ ഒരു സ്കൂളിൽ നിന്നെത്തിച്ച ബസിന്റെ ഡോറാണ് തകർന്നു വീണത്. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് പെർമിറ്റ് ഇല്ലാത്തതും ഇൻഷുറൻസ് ഇല്ലാത്തതും ഫിറ്റ്നസ് ഇല്ലാത്തതുമായ സ്കൂൾ ബസ്സുകൾ കണ്ടെത്തിയത്. ക്രമക്കേടുകൾ കണ്ടെത്തിയ 8ഓളം വാഹനങ്ങൾക്കെതിരെ കേസെടുത്ത് 30,000 രൂപ പിഴ ചുമത്തിയതായി മണ്ണാർക്കാട് മോട്ടോർ വാഹന വകുപ്പ് ഇൻസ്പെക്ടർ PM രവികുമാർ പറഞ്ഞു. വളരെ ഗൗരവമായി തന്നെയാണ് വകുപ്പ് കാണുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് തന്നെ ആ സ്കൂളിൽ ചെന്ന് വാഹനങ്ങളുടെ ഒരു പരിശോധന നടത്തുകയുണ്ടായി. അതിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയ 8ഓളം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയും ഏകദേശം 30,000 രൂപയോളം പിഴ ചുമത്തുകയുണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ജില്ലയിലുടനീളം പരിശോധന ശക്തമാക്കും. നിയമലംഘനം കണ്ടെത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.